ലവ് മഴ. എന്റെ പൊന്ന് മാമരപ്പാറയ്ക്ക് വഴി അത് മാമന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ബൈ. എന്തായാലും നമ്മൾ എത്തിപ്പെടും. ഇതാണ് നമ്മുടെ മാമരപ്പാറ. ഒന്നും പറയണ്ട ഗൈസ്, ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ ജസ്റ്റ്. നമുക്ക് പന്തളത്ത് തന്നെ കുറച്ച് ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടല്ലോ. മാവരപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വരെ ഒന്ന് പോയി ജസ്റ്റ് ഈവനിങ് വൈബ് അടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാ. ചായയൊക്കെ അടിച്ചിട്ട് അവൻ മഴ കാണിക്കാൻ പോണു. എന്ത് മഴയെന്ന് നോക്കിയാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇല്ലാന്ന്. നമുക്ക് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവൻ മഴ നനഞ്ഞ ഈ മഴയത്ത് ആ മൂഡിൽ അവിടെ ചെന്ന് കാണുക, അതിനുണ്ടല്ലോ ഒരു വൈബ്. നമ്മൾ ഏത് സിറ്റുവേഷനെയും എന്താ പറയുന്നത് അഡാപ്റ്റ് ആകാൻ പഠിക്കണം. അതാണ് ഞാൻ തരുന്ന മെസ്സേജ്. ഈ നാറിക പറഞ്ഞിട്ട് പറഞ്ഞാവില്ല. അതുമില്ല. ഒക്കെ മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സഹിക്കാം. ഒരു മൂടല്ലേ ഈ മഴ, മൂടാ ഇഷ്ടമാണ് ഈ മഴ. ഐ ലവ് മഴ. ഇഷ്ടമാണ് നനയാന്, പക്ഷെ അതുപോലെ കഷ്ടമാണ് നനഞ്ഞു കഴിഞ്ഞാൽ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ഇഷ്ടങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അതുപോലെ നമുക്ക് കഷ്ടപ്പെട്ട് ഈ ഇഷ്ടപ്പെട്ടു പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ പന്തളം കോളേജാണ്, NSS കോളേജ്. ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാര്യം ഭയങ്കര പടകണ്ടാരം മതിലായി. ഇവിടുത്തെ മതിൽ ചാടരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇത്രയും വലിയ മതിൽ പണിഞ്ഞു വെച്ചിരുന്നത്. ക്യാമറ മൊത്തം വെള്ളമായിക്കൊണ്ടിരിക്കുക. പന്തളം കോളേജ് ചേർന്ന് അകത്തോട്ടൊരു വഴിയുണ്ട്, ആ വഴി നേരെ അകത്തോട്ട് പോകാൻ. എനിക്ക് പണ്ട് പോയതാ, വഴിയൊക്കെ മറന്നുപോയി. കുറച്ചുള്ളിലോട്ട് പോകണം. പിന്നെ എൻ്റെ കസിൻ അനിയനോട്ടും കൂടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അവനെ ഫോളോ ചെയ്താണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല മയമുള്ള മഴ. എന്റെ തലവഴി നനഞ്ഞോണ്ടിരിക്കുക. അവൻ ഒന്നില്ല ഹെൽമെറ്റ് എങ്കിലും വെച്ചിട്ടുണ്ട്. ഞാൻ പെടലേഷ് എത്താറായിട്ടുണ്ട് സ്ഥലം. എന്താടാ ചെക്ക സ്റ്റക്കായില്ല? ഓണായി എത്താറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിയമം. എനിക്ക് ഓർമ്മയില്ല, പഴയ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ചെറിയ വീടാണ് ഇവ. എന്റെ പൊന്ന് മാമരപ്പാറയ്ക്ക് വഴി അത് മാമന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അധികമുള്ളൂ. പട്ടിക്കൂടാത് പട്ടിയുണ്ട് കാര്യം ശ്രദ്ധിക്കണം എഴുതി വെച്ചേക്കുന്നില്ല. എടാ നീ വന്നിട്ടില്ലടാ മാറി. ഇവൻ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ ഇവന്റെ സ്റ്റോറിയിൽ കണ്ടതേ ഉള്ളൂ, ഒരു പാറയുടെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. എന്നിട്ടാണ് വേടലൻ നാവിഗേറ്ററെ കിട്ടിയിട്ടുണ്ട്. കിട്ടി, വോട്ട് കിട്ടി. എൻ്റെ ഓർമ്മയിൽ റൈറ്റ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മാവരപ്പാറ. ഇത്രേ ഉള്ളൂ. എന്താ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല തടസ്സങ്ങളുണ്ടാവും. ഇപ്പം മഴ വന്നില്ല, അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും പല തടസ്സങ്ങളും ഉണ്ടാവും. കേറാൻ പറ്റാത്തതിനെ പറ്റി എനിക്ക് എന്താ പറയാ, അതിലെനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയാം. അതെന്താന്ന് വെച്ചാൽ എന്ത് തടസ്സം വന്നാലും നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുക. ആ തടസ്സം നമ്മൾ ഒരു കാര്യമാക്കേണ്ട കാര്യമില്ല. അത് മഴ വന്നപ്പോൾ മഴ നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് അത്ര ആ ഒരു സംതൃപ്തി കിട്ടിയല്ല. അതാണ് വലിയ കാര്യം. അതിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. അപ്പം പിന്നെ കയറാൻ പറ്റാത്തത്, ഇതിപ്പോൾ നല്ല റിസ്കി ആയിട്ട് കിടക്കും. നല്ല മഴ പെയ്തുണ്ട്, ഇവിടെ എല്ലാം പായലായിട്ട് കിടക്കും. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു സേഫ്റ്റി ഇല്ലാത്ത പ്ലേസ്. ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ അല്ലടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം ഈ സിറ്റുവേഷനിൽ ഇപ്പം ഇത് കയറുക എന്നുള്ള ഒന്നാമത്തെ കാര്യം, എൻ്റെ പാൻറ് അങ്ങനെ സ്ട്രെച്ച് ആവില്ല.
പിന്മാറിയെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പിന്മാറി. എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവ് തോന്നി. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചുകൂടെ ഹൈറ്റിൽ ഇത് കാണാം. പിന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് കാണാം. അതൊരു നല്ലൊരു വിഷ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന ഈ വിഷ്വൽ ഉണ്ടല്ലോ, ഈ വിഷ്വൽ ഇങ്ങനെ മൊത്തത്തിൽ റൗണ്ട് അടിച്ച് അതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. ആഗ്രഹമുണ്ട് കയറാൻ നോക്കി, പക്ഷെ കയറാൻ പറ്റണില്ല. അത് തന്നെ അപ്പൊ നമ്മള് റിസ്ക് എടുക്കണം. പക്ഷെ എന്താ പറയാ, നമ്മള് ജീവിതം വെച്ച് റിസ്ക് എടുക്കാൻ പാടില്ല. നമുക്ക് പറ്റൂല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അപ്പോഴേ പിന്മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് മോളിൽ കയറി എടുത്ത് കാണിക്കും, ഉറപ്പാ. അത് ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ ഗായ്സ്, ഫസ്റ്റ് എപ്പിസോഡിൽ നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കുറെ കാര്യങ്ങൾ എല്ലാം നമ്മോട് പറഞ്ഞു എന്ന് വെച്ചാൽ നല്ലതും പറഞ്ഞു, അതുപോലെ ചെറിയ നമ്മുടെ മിസ്റ്റേക്കുകൾ വരെ ഒത്തിരി അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട്. നമ്മളെ കണ്ടതിലും അതുപോലെ നമുക്ക് അഡ്വൈസ് തന്നതിലും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ചോദ്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇത് ചെയ്യുന്നത്, സബ്സ്ക്രൈബേഴ്സ് എന്തിനാന്ന് ചോദിച്ചു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൈസ മുഖ്യമാണോ എന്ന് ചോദിച്ചാൽ പൈസ മുഖ്യമാണ്. നമുക്ക് ജീവിക്കണ പൈസ വേണം. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരിക്കലും പൈസ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല. അത് എന്നോട് കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് എന്തെങ്കിലും ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഒരു സ്റ്റോറി ഇടുമ്പോഴോ ഒരാൾ കണ്ടിട്ട് ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസോ തരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എന്തോ അല്ലാത്തൊരു സന്തോഷം അന്നേരം കിട്ടും. അതെനിക്ക് മാത്രമല്ല, എനിക്കറിയാം ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റിന് ഒരു അംഗീകാരം കിട്ടുക, അത് ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും ഒരാളൊരു അംഗീകാരം തരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കാര്യം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിങ്ങൾ അഭിപ്രായം പറയാനും നിങ്ങൾ കാണുന്നതും എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നു. അതുപോലെ പൈസ കിട്ടിയാൽ ഞാൻ വാങ്ങൂല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നു. പൈസ കിട്ടിയാൽ സന്തോഷം തന്നെയാണ്. ഒന്നേ പറയാനുള്ളൂ, എനിക്ക് പൈസ കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് എൻ്റെ വീഡിയോയുടെ ലെവലും അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഞാൻ. എന്ന് വെച്ചാൽ ക്വാളിറ്റി, നല്ല എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യും. അതുപോലെ കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റും. വീഡിയോ അപ്പായിക്കൊണ്ടേ ഇരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് തുടങ്ങിയതല്ല. അത്രേ ഉള്ളൂ. എനിക്ക് പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഓക്കെ. അപ്പോൾ ഒത്തിരി പേര് ചോദ്യം എന്നോട് ചോദിച്ചു, അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് പോവാണ്. കുറച്ച് ഷോർട്സും കൂടെ ഒക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ നാരക്ക് വിശപ്പ് തുടങ്ങി. ഇവന് ഈ വിശപ്പിൻ്റെ അസുഖമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണയും പലവ്യഞ്ജനവും കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് പോയി ചായ കടി. അപ്പുറത്ത് വെള്ളമടിയുണ്ട്. എന്താ പറയുന്നത്, ഇവിടെ ഒത്തിരി പേരിങ്ങനെ വന്ന് അല്ലേ വേണ്ട, അത് വേണ്ട, അത് ശരിയാവില്ല. നമ്മളെ മെഴുകാൻ പാടില്ല ഗൈസ്. വിഷ്വലി ട്രീറ്റഡ് ആണ് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, കുളവും സെറ്റപ്പും ഉണ്ട്. അതുപോലെ ഒത്തിരി ഗ്രീനിങ്ങും എല്ലാം കംപ്ലീറ്റ്ലി അടിപൊളി. അധികം ക്രൗഡൊന്നും വരില്ല, എന്നാലും കണ്ടില്ലേ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വരും. ചിലർക്കൊക്കെ അറിയാം, എന്നാലും ഇപ്പോഴും ഈ ഇത്ര അടുത്ത് കിടന്നിട്ട് പോലും ഈ പന്തളത്തുള്ളവർ പോലും ഇവിടെ വരാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ വ്ലോഗ് കാണുന്ന എല്ലാവരും ഇവിടെ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വരിക, ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വെച്ചാൽ ഭയങ്കര സംഭവം എന്നല്ല, പക്ഷെ ഒരു നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും നിങ്ങൾക്ക്. നമുക്കിപ്പോ മനസ്സിനൊക്കെ ഭയങ്കര കഷ്ടമാണെങ്കിൽ നേരെ നോക്കണ്ട, ഇവിടെ വന്ന് ക്യാമറ പറയുമ്പോ ബസ്സിന്റെ പറയുമ്പോ മെയിൻ ഇവിടുത്തെ ഒരു സംഭവം ഈ പീസ്ഫുൾ ഫീലാണ്. എന്ന് വെച്ചാൽ ക്രൗഡില്ല. പൊതുവേ നമ്മൾ ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ക്രൗഡ്, നമുക്ക് ആ ഒരു സമാധാനം കിട്ടില്ല. ഇപ്പം നമ്മൾ വന്നിട്ട് നമുക്ക് ഒരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര പീസ്. വേണമെങ്കിൽ ഒരു ഫ്ലാസ്കിൽ വെച്ച് ചായ കിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇരുന്ന് ചായ ഒക്കെ കുടിച്ച്, ഞാൻ ആദ്യം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന സ്പോട്ടിലൊക്കെ നല്ല ആംബിയൻസ് ആണ്. അവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് സിഗരറ്റ് വലിയുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഒരു സിഗരറ്റൊക്കെ വലിച്ച്. എന്നടാ, നമ്മൾ ഒരിക്കലും അങ്ങനെ വലിക്കാൻ വേണ്ടി മോട്ടീവ് ചെയ്യുകയല്ല, പറഞ്ഞതാണ് ചുമ്മാ ഇട്ടേക്ക്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, ആ മോളിൽ കയറി കഴിഞ്ഞാൽ ഈ വിഷ്വൽ ഇങ്ങനെ മൊത്തത്തിൽ കാണാം.
ഏർലി മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ നല്ല കുഴപ്പമില്ലാത്ത കോടയൊക്കെ കാണാമെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ കോടയൊന്നുള്ള പ്ലേസ് അല്ല, ഹൈ റേഞ്ച് ഏരിയ അല്ല, പക്ഷെ എന്നാലും ഇതുപോലൊരു മല നമുക്കൊരു അതിശയം തന്നെയാണ് ഈ ഏരിയയിൽ, വേറെ ഇല്ല നമ്മുടെ അടുത്ത്. അപ്പോൾ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ വർഷങ്ങൾക്ക് ശേഷം ചാനൽ തുടങ്ങി ഫസ്റ്റ് വ്ളോഗുകളിൽ ഒരു വ്ളോഗ് എനിക്കിവിടെ വന്ന് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നമ്മുടെ ചങ്കിനും സന്തോഷം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവന്റെ കാര്യം എന്നൊന്നും പറയാം, വഴി പോയാടാ അവൻ, നമ്മ നാവിഗേറ്റർ മിസ്സായി കാര്യം, നമ്മളിനി എങ്ങനെ തിരിച്ചു എടാ. ഇവിടെ വഴി കിട്ടിയിട്ടുണ്ട്, സംഭവം വെരി നൈസ്. ഇത് കണ്ട അതെ നമ്മ വരുന്ന കാര്യം അറിയണം തോന്നുന്നു നാട്ടുകാരല്ല ഇപ്പൊ തന്നെ. ഇത് കണ്ട, ഇതാണ് ഈ ഇങ്ങോട്ട് കയറി വരുന്ന വഴി, നല്ല കയറ്റമാണ്, താഴേന്ന് കുറച്ച് നല്ല കയറ്റം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നൈസ്. ഇവിടെ മുന്നറിയിപ്പുണ്ട് കേട്ടോ, എന്തോടാ വായിച്ച അപകടം മുന്നറിയിപ്പ്. ഇത് ആഴമേറിയ പാറക്കുളമാണ്, ആരും ഇതിൽ ഇറങ്ങുകയോ പാറയുടെ പാർശ്വങ്ങളിൽ നിന്ന് സെൽഫി എടുക്കുകയോ മറ്റ് അനധികൃത പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യരുത്. പന്തളം പോലീസ് മിക്കവാറും അകത്താകും. പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാൻ പോണവരുന്നു, ഇവിടെ വന്നിരിക്കുമ്പോ ഇതുപോലെ വായിക്കാൻ പറ്റുള്ളത്. വണ്ടി ഇടേ, പോലീസ് വരുന്നതിന് വണ്ടി ഇടേ. മിക്കവാറും ഇവന് ഞാൻ അകത്താകും. കാര്യം ഈ വീഡിയോ ഇറങ്ങുമ്പോൾ പോലീസ് ഓടിക്കുമല്ലോ നമ്മെ. പാറയുടെ അടുത്ത് നിന്ന് സെൽഫി എടുത്തത്, വീഡിയോ എടുത്താൽ കുഴപ്പമില്ല, ഞാൻ നിന്നെ ഉറപ്പായിട്ടും പിടിക്കും. പോയി ഗൈസ്, നമ്മുടെ മുടിയൻ നമ്മളെ വിട്ട് പോണാണ് ഗൈസ്.